ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസ് ഡിഗ്രി പ്രിലിംസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 ഘട്ടം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും 3-ാം ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. എനിക്കും 3-ാം ഘട്ടമാണ്. അപ്പോൾ 2-ാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടി. കാരണം ഹിസ്റ്ററിയൊക്കെ ഞാൻ നോക്കാത്ത മേഖലയിൽ നിന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് എനിക്ക് വായിച്ച ഓപ്ഷൻ കറക്റ്റായിട്ട് അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ 1, 2, 3 പ്രാവശ്യം വായിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഒന്ന് വായിച്ചത് തന്നെ. അങ്ങനെ പിന്നെ മലയാളം എനിക്ക് 8 മാർക്കും ഇംഗ്ലീഷിന് ഏകദേശം എനിക്കൊരു 15 മാർക്കോളം കിട്ടിയിട്ടുണ്ട്. മലയാളത്തിന് 1, 2 തെറ്റല്ല, അതെനിക്ക് അറിയാത്തതാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. ബാക്കി എനിക്ക് മലയാളം എളുപ്പമായിട്ട് തോന്നി, ഇംഗ്ലീഷും ഈസി ആയിട്ട് തോന്നി. ഭയങ്കര ഈസി അല്ല, എന്നാലും ഒരുവിധം ഈസി ആയിട്ട് തോന്നി. കൂടുതൽ എനിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഇംഗ്ലീഷിന് ഒരു ഈസിയിലോട്ട് ഞാൻ എത്തിയത്. പിന്നെ മാത്സും ജെറിൻ സാറിൻ്റെ മാരത്തോണിൽ നിന്ന് ഒരുപാട് മോഡൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 3ഉം സേഫായി എന്ന് പറയാം. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കറക്റ്റ് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അതിൽ നിന്ന് 50 മാർക്ക് സ്കോർ ചെയ്തിട്ട് മറ്റത് കറക്റ്റായിട്ട് എഴുതിയാൽ നമ്മൾ കറക്റ്റായിട്ട് പ്രിലിംസ് കടക്കും. പക്ഷെ അത്രയും പെർഫെക്റ്റോടുകൂടി എനിക്ക് പറ്റുന്നില്ല അത് എഴുതാനായിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു കണക്ക് കൂട്ടലൊക്കെ ഞാൻ സ്വയം നോക്കിയപ്പോൾ ഒരു 30 മാർക്കെങ്കിലും 10 വെച്ചിട്ട് 3-ൽ നിന്നും കിട്ടിയാൽ എങ്കിലും 30 കിട്ടും. 20 GK സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ 50എങ്കിലും നേടിയെടുക്കണം. ഒരു 70എങ്കിലും പ്രതീക്ഷിച്ചാലേ നമുക്ക് 50എങ്കിലും കിട്ടൂ എന്നുള്ളതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡും പാറ്റേണും എന്താണ് തേർഡ് ഫേസിലെത്തേക്കെന്ന് അറിയില്ല. എന്താണെന്നാലും ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല, സെൻറ്ററോ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ സെക്കൻഡ് ഫേസ് കഴിഞ്ഞു, എല്ലാവരും എക്സാം ടഫായിരുന്നു, എന്നാൽ ഫസ്റ്റ് ഫേസിനേക്കാൾ ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു 40, ഒരു 40, 38, 39, 40 ആ ഒരു റേഞ്ചിലാണ് എൻ്റെ മാർക്കെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫേസിലും. അപ്പോൾ തേർഡ് ഫേസിൽ ഞാൻ എഴുതാൻ പോകുന്ന എൻ്റെ എക്സാം തേർഡ് ഫേസാണ്. എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഞാൻ റിവിഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ റിവിഷൻ ചെയ്യാതെ ഇരുന്ന് മറന്നു പോയ മേഖലയൊന്നുമില്ല. എന്താണ് ഞാൻ നോക്കാത്ത മേഖല, ഹിസ്റ്ററിയൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സെക്കൻഡ് ഫേസിലെ എക്സാം എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഞാൻ സ്കിപ്പ് ചെയ്യുള്ളായിരുന്നു അത്തരം ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അതെനിക്ക് നല്ല പാടായിരുന്നു വായിക്കാൻ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പാടായിരുന്നു. ഇപ്പം ഞാൻ റിവിഷനും ചെയ്യാറുണ്ട്, നന്നായിട്ട് കുറച്ച് പഠിക്കാറുണ്ട്. ഇനി LDC വരുന്നുണ്ടല്ലോ, അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. എന്നാലും ഒരു ഡിഗ്രി പ്രിലിംസ് ആദ്യമായിട്ടാണ് ഞാൻ പാസ്സാവണമെന്ന് വിചാരിച്ച് പഠിച്ചത്. പക്ഷേ ഇപ്പം ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. കുറേ കൂടി വർക്ക് ചെയ്യാനുണ്ട് എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിത് പ്രതീക്ഷിക്കുമ്പോൾ LDCയിലെ പ്രിലിംസ് ക്യാച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഒത്തിരിയായി. എന്താണെന്നാലും PSCയിൽ നിന്ന് ഇനി വെച്ച കാല് പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഞാൻ. എത്ര തിരക്കും എത്ര കാര്യങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തണമെന്ന് ചെയ്യും. ഇടയ്ക്ക് കുറച്ച് ദിവസം എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ മൈഗ്രെയിനാണ്. മൈഗ്രെയിൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വില്ലനാണ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. പിന്നെ ഛർദിൽ, തലവേദന, ഇതൊക്കെ ആവും. കണ്ണിന് ഇരുട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഫേസ് ഓഫ് മൈഗ്രെയിൻ എന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം പിന്നെ ഛർദ്ദിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങി ടാബ്ലറ്റൊക്കെ എടുത്ത് ഒരു ദിവസം എന്താണെങ്കിലും കുറഞ്ഞത് ഒരു 10 മണിക്കൂർ എന്താണെങ്കിലും മൈഗ്രെയിൻ്റെ വേദന സഹിച്ചേ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ അതായിരുന്നു. ആ വേദന കഴിഞ്ഞ് കുറേ എന്നും പ്രാർത്ഥിക്കും മൈഗ്രെയിൻ മാറണേന്ന്. പക്ഷെ ഇതുവരെ എനിക്ക് മൈഗ്രെയിൻ എന്നും ഒരു വില്ലനാണ്. ഏത് ഘട്ടത്തിലും മൈഗ്രെയിൻ വലിയൊരു വില്ലനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പഠിത്തത്തിലൊന്നും ഞാൻ ബ്രേക്ക് എടുത്തു. കാരണം അത്രയും സ്ട്രെയിൻ ചെയ്ത് എനിക്ക് നൈറ്റ് സ്റ്റഡിക്കോ മോർണിംഗ് സ്റ്റഡി പിന്നെ ഇടയ്ക്കുള്ള സ്റ്റഡിക്കൊന്നും കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. ഇന്നാണ് ഞാനൊന്ന് ഓക്കെ ആയി വന്ന ഡേ. അപ്പം തന്നെ ഒരു വീഡിയോ ആദ്യം എടുത്തു. പിന്നെ ഇന്നലെ എന്ത് ചെയ്തു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി. പിന്നെ നമ്മൾ ആൻസർ കീ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും ഒക്കെ കണ്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ആ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം പറഞ്ഞതുപോലെ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ തേർഡ് ഫേസിലേക്ക് തയ്യാറെടുക്കുന്ന എന്നെപ്പോലുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഡേ ആശംസിക്കുന്നു. ബൈ.